ആകാശിനും നീനുവിനും അതൊരു സാധാരണ ദിവസമായിരുന്നില്ല. മഴ ഉള്ളതിനാൽ ബൈക്ക് ഒരു പഴയ വീട്ടിൽ വന്ന് നിർത്തുകയാണ്. രണ്ടുപേരും നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ബൈക്ക് നിർത്തി വണ്ടി ഓഫ് ചെയ്ത് കീയുമായി ആകാശ് പെട്ടെന്ന് വീടിൻ്റെ വരാന്തയിലേക്ക് ഓടി. അവിടെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ നീനു അവിടെ ഓടിയെത്തിയിരുന്നു. നീനു ആകാശിൻ്റെ കയ്യിൽ ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ഒരു ഒടുക്കത്തെ നൈറ്റ് ട്രിപ്പ്. എന്തൊരു മഴയായത്, ആകെ നനഞ്ഞു. ഒച്ചയുണ്ടാക്കലേ നീനു, ആരേലും കേൾക്കും. അവളുടെ വായിൽ കൈ പൊത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ശേഷം അവൻ ആ കൈയെടുത്തു. സൈഡിലായി കണ്ട ബെൽ സ്വിച്ച് കണ്ട് അതമർത്തി. പക്ഷേ ആരും വന്നതോ ഒരു ശബ്ദമുണ്ടാക്കുകയോ ചെയ്തില്ല. അവൻ ഒന്നുകൂടി ബെല്ലമർത്തി. ഇത്തവണയും ആരും വന്നില്ല. ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. ശരിയാ, വീട് കണ്ടിട്ട് കുറെ വർഷങ്ങളായി എന്ന് തോന്നുന്നു. എന്നാലും മഴ പോകുന്നത് വരെ നമുക്കിവിടെ ഇരിക്കാം. നല്ല മഴയുണ്ട്. ഇത് പെട്ടെന്നൊന്നും തീരാൻ സാധ്യതയില്ല. കുറെ നേരം ഇവിടെ നിൽക്കണമല്ലേ? എന്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞു. ഇതിലെ വെള്ളമൊക്കെ കുടയാൻ ഈ വാതിലൊന്ന് തുറന്നെങ്കിൽ. നീനു തന്റെ ഡ്രസ്സ് തൊട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ ആ ഡോറിന്റെ പൂട്ട് അവിടെയുണ്ടായിരുന്ന വലിയ കമ്പിയെടുത്ത് അടിച്ചു. 2 തവണ ചെയ്തപ്പോൾ ഏറ്റില്ല. എങ്കിലും 3-ാം തവണ അടിച്ചപ്പോൾ പൂട്ട് തുറന്നു. ഇത് മോശമല്ലേ ആകാശ്? നീ എന്തായി പറയുന്നേ? അല്ല, ഈ അടച്ച വീട് കുത്തി തുറന്ന് അകത്ത് കിടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്നാൽ നീ ഇവിടെ നിന്നോ, ഞാൻ കയറട്ടെ. ആകാശ് ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. പിറകെ നീനുവും ഒരു കള്ളച്ചിരിയോടെ അകത്തേക്ക് കയറി. 2 മുറികളും ഒരു അടുക്കളയും ഒരു സെൻട്രൽ ഹാളും ഉണ്ടായിരുന്നു ആ വീടിന്. അവൾ ആദ്യത്തെ മുറിയിൽ കയറുമ്പോൾ അവനും അതിൽ കയറി. അവളൊരു പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു, എവിടേക്കാണ് ഈ തള്ളിക്കയറി വരുന്നേ? ചെറിയൊരു വെപ്രാള രീതിയിൽ അവൻ പറഞ്ഞു. അല്ല, നിനക്ക് ഡ്രസ്സ് ശരിയാക്കണ്ടേ? എനിക്കും ആക്കണം. മോൻ അപ്പുറത്തെ റൂമിൽ നിന്ന് മാറ്റ്, ഞാൻ ഇപ്പുറത്ത് നിന്നു. അവനെ ഉന്തിക്കൊണ്ടുപോയി റൂമിന്റെ വെളിയിലാക്കി. അവൾ ഇതും പറഞ്ഞ് വാതിലടച്ചു. ഒരു ചെറിയ ചമ്മലോടെ അവൻ പല്ലിളിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അടുത്തുള്ള മറ്റൊരു റൂമിലേക്ക് പോയി. അങ്ങനെ 2 പേരും ഒരുമിച്ച് വാതിൽ തുറന്നു. ആകാശ് അവളുടെ അടുത്തേക്ക് വന്നു. ശേഷം അവളുടെ ഡ്രസ്സ് ഒന്ന് തൊട്ടു നോക്കി. എന്നിട്ട് പറഞ്ഞു, ചെറിയ നനവുണ്ടെന്നേയുള്ളൂ. അവർ 2 പേരും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. അവർ പരസ്പരം ചുംബിച്ചു. അവർ അങ്ങനെ തന്നെ പുറകോട്ട് പോയി. അവസാനം ഒരു അലമാരയിൽ തട്ടി നിന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു സാധനം ആകാശിന്റെ തലയിൽ വീണു. എന്താണ് വീണതെന്ന് അവൻ തല തടവിക്കൊണ്ട് നോക്കി. അവൻ തല തടവുന്നത് നോക്കി അവളൊന്ന് ചിരിച്ചു. അവൻ നിലത്തേക്ക് നോക്കി. ഏതോ ഒരു കാർഡ്ബോർഡ് ചുരുട്ടിയിരിക്കുന്നു. അവനത് തുറന്നു നോക്കി. ഇത് ഓജോ ബോർഡല്ലേ? നീനുവിന്റെ ഉള്ളിൽ സന്തോഷമായി. അവനത് മടക്കി വയ്ക്കാൻ തുടങ്ങിയതും അവൾ പറഞ്ഞു, നമുക്കിത് കളിച്ചാലോ? എന്തായാലും മഴ മാറാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നമുക്കിത് കളിക്കാം. ഏറെ വിഷമിച്ചുകൊണ്ട് തന്നെ ആകാശ് ആ ബോർഡ് നിവർത്തി. അവന്റെ പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്നും ഒരു 5 രൂപ കോയിൻ എടുത്തു. നീനു ആ അലമാരയുടെ മുകളിൽ നോക്കാൻ സ്റ്റൂളിൽ കയറി. അവൾ മുകളിൽ തിരഞ്ഞു. അവിടെ നിന്നും കുറച്ച് മെഴുകുതിരി കിട്ടി. അപ്പോഴേക്കും ആ സ്റ്റൂളിന്റെ കാലിളകി അവൾ വീഴാൻ പോവുമ്പോൾ ആ സമയത്ത് തന്നെ അവൻ അവളെ പിടിച്ചു. കുറച്ചു നേരം കണ്ണിൽ നോക്കിയെങ്കിലും 2 പേരും പെട്ടെന്ന് തന്നെ അത് വിട്ട് ഓജോ ബോർഡിലേക്ക് പോയി. മെഴുകുതിരി കത്തിക്കാനുള്ള ലൈറ്റർ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് 5 രൂപ കോയിൻ ഓജോ ബോർഡിന്റെ നടുക്ക് വെച്ച് അവർ 2 പേരുടെയും ചൂണ്ടുവിരൽ അതിൽ വെച്ചു. അവർ 2 പേരും ഒരുമിച്ച് പറയാൻ തുടങ്ങി, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പെട്ടെന്ന് അവിടുത്തെ ഒരു മെഴുകുതിരി അണഞ്ഞു. കറണ്ടും പോയി. ചുറ്റും ഇരുട്ട് വന്നു. മെഴുകുതിരിയുടെ സഹായത്താൽ അവർക്ക് അവിടെ മാത്രം വെളിച്ചം കിട്ടി. ആ കോയിൻ തനിയെ നീങ്ങി. അത് യെസ് എന്ന കോളത്തിൽ പോയി നിന്നു. 2 പേരുടെയും ഉള്ളിൽ ഭയം നിറഞ്ഞു. എന്നിട്ടും അവർ കളി അവസാനിപ്പിച്ചില്ല. വാട്ട് ഈസ് യുവർ നെയിം?
ചെറിയ പേടിയോടെ അവൾ ചോദിച്ചു. കോയിൻ അനങ്ങി. അത് ഓരോ അക്ഷരങ്ങളിലായി പോയി. മായ. എല്ലാ അക്ഷരങ്ങളും കണ്ടപ്പോൾ ആകാശ് പറഞ്ഞു. ആ കോയിൻ പെട്ടെന്ന് നീങ്ങി യെസ് എന്ന കളത്തിൽ പോയി. നമുക്ക് പറഞ്ഞു വിടാമെതിനെ, ഭയത്തോടെ നീനു പറഞ്ഞു. അത് കേട്ട് ആകാശ് തലയാട്ടി. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് ഗോ. ആകാശ് ഇത് പറഞ്ഞപ്പോൾ ആ കോയിൻ നോ എന്ന കളത്തിൽ പോയി നിന്നു. അവർ രണ്ടുപേരും പേടിയോടെ നിന്നു. അവൾക്കായിരുന്നു ഇരട്ടിപ്പേടി. അവൾ അതിൽ നിന്നും കൈയെടുത്തു. അവരോട് പോവാൻ പറഞ്ഞതല്ലേ? നല്ല സങ്കടത്തിലായതുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോൾ ആ ഓജോ ബോർഡിലെ കോയിൻ വീണ്ടും ചില അക്ഷരങ്ങളിൽ പോയി. അതവർ സൂക്ഷ്മതയോടെ നോക്കി. ഗെറ്റ് ഔട്ട് മൈ ഹൗസ് എന്നായിരുന്നു അത്. വാ, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. നീയല്ലേ ഇത് കളിക്കണമെന്ന് വാശി പിടിച്ചത്. ഇപ്പോൾ ഈ വീടിന്റെ ഓണറാണ് വന്നത്. പേടിപ്പിക്കുന്ന രീതിയിലുള്ള അവന്റെ സംസാരം കേട്ട് അവൾക്ക് സങ്കടം വന്നു. പെട്ടെന്ന് ഒരു വെളുത്ത രൂപവും ഒരു വലിയ അട്ടഹാസവും കേട്ടു. അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഒരു വെളുത്ത രൂപം അടുത്തേക്ക് ഒരു അട്ടഹാസ ചിരിയോടെ വന്നു. ഒരു നിലവിളി ശബ്ദത്തോടെ അവൾ ഒച്ച വെച്ച് അടുത്തുണ്ടായിരുന്ന ആകാശിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പെട്ടെന്ന് ആ രൂപത്തിന്റെ കയ്യിൽ ഒരു കേക്ക് അവൾ കണ്ടു. അവൾ ചെറിയ പേടിയോടെ ചുറ്റും നോക്കി. പെട്ടെന്ന് ലൈറ്റ് വന്നു. ഷെറിൻ, ചെറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു. അവൾ എന്നിട്ട് ആകാശിനെ നോക്കി. അവൻ ഒരേ ചിരി. അവൾ അവന്റെ നെഞ്ചിൽ കളിയോടെ കുത്തി. അവളുടെ പിറന്നാളായതുകൊണ്ട് എല്ലാരും സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ്. അതിന് മനഃപൂർവ്വം അവളെ അവിടേക്ക് കൊണ്ടുവന്നതാണ്. നേരത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരുന്നു. അവൻ എല്ലാ പ്ലാനും പറഞ്ഞു കൊടുത്തിട്ട് അവളെ കൂട്ടാൻ പോയി. അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമേ അവിടെ നടന്നുള്ളൂ. അത് മഴയായിരുന്നു. ആകാശിന്റെ സുഹൃത്തുക്കളായിരുന്നു ഓജോ ബോർഡ് വീഴുന്ന രീതിയിൽ ഇട്ടത്. അത് നോക്കാൻ വേണ്ടിയാണ് ഡ്രസ്സ് മാറാൻ എന്ന രീതിയിൽ അവളുടെ കൂടെ അവൻ പോയത്. അവസാനം പേടിപ്പിച്ച് പണി കൊടുക്കാനാണ് അവരുടെ പ്ലാൻ. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. കോയിൻ അപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അവർ അത് ശ്രദ്ധിച്ചില്ല. അവൾ ഷെറിനെ നോക്കി. അവളെ ഒന്ന് അടിക്കാൻ ഓടിപ്പിച്ചു. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷെറിൻ. ബാക്കിയെല്ലാവരും അവന്റെ ഫ്രണ്ട്സാണ്. പെട്ടെന്ന് ടേബിളിന്റെ അപ്പുറത്ത് നിന്ന് ഷെറിൻ ചെറുപുഞ്ചിരിയോടെ നീനുവിനെയും ആകാശിനെയും നോക്കി പറഞ്ഞു. എടീ, അതിന് നിനക്ക് ഫ്രീയായി ഒരു ഉമ്മ കിട്ടിയില്ലേ? ശേഷം കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും ചുറ്റും നിന്ന് പാട്ടുപാടി ആശംസകൾ അറിയിച്ചു. അവൾ കേക്ക് മുറിച്ചു. അവൻ കേക്ക് അവളുടെ വായിൽ വെച്ചുകൊടുത്തു. അവൾ തിരിച്ചും. അവർ എല്ലാവരും പോവാനൊരുങ്ങി. സൈഡിലുണ്ടായ കാറിൽ എല്ലാവരും കയറിപ്പോയി. പിറകെ നീനുവും ആകാശും ബൈക്കിലും. അവർ പോയ ഉടനെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. കൂടെ കറണ്ടും പോയി. മെഴുകുതിരി താനേ കത്തി. കോയിൻ അനങ്ങി. അത് മായ എന്ന അക്ഷരങ്ങളിലൂടെ പോയി. പെട്ടെന്ന് വീടൊന്നു കുലുങ്ങി. അതിൻ്റെ കൂടെ വലിയൊരു അട്ടഹാസവും ഐ ആം കം ബാക്ക് എന്ന ശബ്ദവും.